കൂട്ടുകാരെ, ഇന്ന് നമുക്ക് റൊട്ടി കൊണ്ട് ഒരു കട്ട്ലേറ്റ് ഉണ്ടാക്കിയാലോ. പിള്ളേരൊക്കെ സ്കൂൾ വിട്ട് വന്നു കഴിയുമ്പോൾ അവർക്കൊരു ചെറുകടി കൊടുക്കണ്ടേ. അപ്പം നമുക്കൊരു റൊട്ടി കൊണ്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കാം. അപ്പം എന്തെങ്കിലും ഒരു ചെറുകടിയൊക്കെ ആകുമ്പോൾ പിള്ളേർക്കൊരു സന്തോഷമല്ലേ, അവരെ സന്തോഷിപ്പിക്കുന്നതല്ലേ നമ്മുടെ ഒരു സുഖം. അപ്പോൾ അത് എന്തൊക്കെയാണ് വേണ്ടതെന്ന് കാണാം നമുക്ക്. വേണ്ട സാധനം: സബോള കൊത്തി അരിഞ്ഞത്, കരിയാപ്പിലയും മല്ലിച്ചെപ്പും കൂടെ കുനുകുനാന്ന് അരിഞ്ഞത്, പച്ചമുളക്, ഇഞ്ചി, പിന്നെ കാശ്മീരിൻ്റെ മുളക് പൊടി, മസാലപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ മെയിൻ താരം ഉരുളക്കിഴങ്ങ്, റൊട്ടി. പിന്നെ ഇതെല്ലാം ഒന്ന് കോട്ടാക്കണമല്ലോ, അതിന് വേണ്ടി റൊട്ടി പൊടിച്ചു വെച്ചത്. നമുക്കിത് മുറിച്ച് ഇടാം കേട്ടോ, എന്നാലേ നമുക്ക് കൂട്ടി ഇളക്കാൻ പറ്റുള്ളൂ. വലിയ പാത്രം വേണമെന്നാണ് തോന്നുന്നല്ലേ ഇത് കുഴയ്ക്കാൻ വേണ്ടി. ഇതിൻ്റെ അകത്ത് കുഴയ്ക്കാൻ പറ്റുന്നില്ലെന്ന്. നമുക്ക് മുറിച്ചിട്ടിട്ട് നോക്കാം, എന്നിട്ട് മാറ്റാം. ഞാൻ പാത്രം മാറ്റി വെച്ചോ കേട്ടോ. അത് ചെറിയ പാത്രം, കുഴയ്ക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് വേണ്ട സാധനങ്ങളിടാം. സബോള ഇടാം, മല്ലിച്ചെപ്പും കരിയാപ്പിലയും പച്ചമുളക്, ഇഞ്ചി, ഇനി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് എടുത്താൽ മതി കേട്ടോ. കാശ്മീരിൻ്റെ മുളക് പൊടി 1 സ്പൂൺ എടുക്കാം, മല്ലിപ്പൊടി 1/2 സ്പൂണ്, കുരുമുളക് ലേശം മതി കേട്ടോ, എരിവൊക്കെ ഉണ്ടാവും. ഇനി നമുക്ക് ഇളക്കാം. നന്നായിട്ട് കുഴച്ചെടുക്കണം, എന്നാലേ ഇത് ശരിയാവുള്ളൂ. നന്നായിട്ട് കുഴച്ച് സെറ്റാക്കണം. ഞാനൊരു കാര്യം മറന്നു, ലേശം ഉപ്പിടാൻ മറന്നുപോയി കേട്ടോ. ഉപ്പിട്ട് ശരിക്കും ഇളക്കണം, ഞാൻ മറന്നുപോയി നിങ്ങളോട് പറയാൻ വേണ്ടി. അപ്പം അതും കൂടി ഇട്ടിട്ട് സെറ്റാക്കി വെക്കണം കേട്ടോ. ഇനി നമുക്കിത് ഉണ്ടാക്കാം കേട്ടോ. ഇങ്ങനെയൊന്ന് നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് ഉരുട്ടിയെടുക്കാം. ഞാനിന്ന് ഇങ്ങനെയാട്ടോ ആക്കുന്നത്. പിള്ളേർക്ക് കാണുമ്പോൾ ഒരു ഭംഗി വേണ്ടേ, അന്നേരം ഇനി നമുക്ക് റൊട്ടിക്കകത്ത് അപ്പം ഇത് ഉരുട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണയും ചൂടായി. ഇനി നമുക്ക് ഉണ്ടാക്കിയാലോ. എണ്ണ നന്നായിട്ട് ചൂടായി കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് മറിച്ചിടണം. നന്നായിട്ട് മൊരിഞ്ഞ്, അധികം വേവാനൊന്നും ഇല്ല കേട്ടോ, എല്ലാം വെന്തിരിക്കുന്നതാണ്. അത് മൊരിഞ്ഞ് സെറ്റായി കേട്ടോ. ഇനി അടുത്ത് നമുക്ക് ഉണ്ടാക്കാം. ഇതൊക്കെ കടയിൽ പോയി മേടിച്ച് എത്ര രൂപയാണ് ഒരു കട്ട്ലേറ്റിനല്ലേ. അപ്പം വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി എല്ലാ സാധനവും ഉണ്ടാക്കി വീട്ടിൽ നിന്ന് തന്നെ കൊടുക്കുകയാണെങ്കിൽ മക്കൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. അവരുടെ വയറ് നിറച്ചും കഴിക്കാം. നമുക്കൊരു 2 ഉരുളക്കിഴങ്ങ് കൊണ്ട് എത്ര എണ്ണം ഉണ്ടാക്കാം. അപ്പം ഉണ്ടാക്കി മക്കൾക്ക് കൊടുക്കാം. മമ്മി എങ്ങനെയുണ്ടെന്നൊന്ന് കഴിച്ചു നോക്കിക്കേ. കഴിച്ചു നോക്കിയിട്ട് പറ എങ്ങനെയുണ്ടെന്ന്. സൂപ്പറാണ്. റൊട്ടി കൊണ്ട് ഉണ്ടാക്കിയ കട്ട്ലേറ്റാണ്. സൂപ്പറാണ്. എനിക്ക് എപ്പോഴും ഉണ്ടാക്കി തന്നെ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം, മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. മക്കൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. അപ്പം ലൈക്കും ഷെയറും കമൻറ്റും വിടണം. താങ്ക് യു.